ലഹരി ഉപയോഗത്തിനെതിരെ കടുത്ത നടപടിക്ക് ഹിമാചൽ സർക്കാർ. ബജറ്റ് സമ്മേളനത്തിൽ ഹിമാചൽ പ്രദേശ് മയക്കുമരുന്ന് വിരുദ്ധ ബിൽ അവതരിപ്പിക്കും. ലഹരിമരുന്ന് ശൃംഖലയെ 6 മാസത്തിനുള്ളിൽ തകർക്കുമെന്ന് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു നിർദ്ദേശിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. പറയൂ ബൽറാം, ഇത്തരമൊരു തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതിന് മറ്റെന്തെങ്കിലും പശ്ചാത്തലമുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹിമാചൽ പ്രദേശിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ലഹരി മരുന്നിനെതിരെ കർശനമായ നടപടികൾക്ക് ഹിമാചൽ പ്രദേശ് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് 6 മാസത്തിനകം സംസ്ഥാനത്തെ ലഹരി ശൃംഖലയെ തുടച്ചു നീക്കണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വരുന്ന മാർച്ച് 10-ന് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിൻ്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഹിമാചൽ പ്രദേശ് മയക്കുമരുന്ന് വിരുദ്ധ ബില്ല് 2025 അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരെ ഈ ലഹരി ഉപയോഗിക്കുന്ന, ലഹരിയുമായി ബന്ധപ്പെടുന്നവരുടെ പട്ടിക തയ്യാറാക്കണമെന്നും അവർക്കെതിരായ നടപടിയെടുക്കണമെന്നുമുള്ളതാണ് നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മേധാവികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലഹരി വിരുദ്ധ പോരാട്ടത്തിനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ലഹരി ഉപയോഗവുമായി ഉപഭോക്താക്കളുമായോ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയാൽ അവരെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. എസ് കെ. താങ്ക് യു.